ധ്യാനത്തിൻ്റെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത്, കർത്താവ് പറയുന്നത് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ജെറമ്യ 29:11 മുതലുള്ള തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും. കേട്ടോ, ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയാ, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി? അവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുക, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കേട്ടോ, കർത്താവിൻ്റെ മനസ്സിലുണ്ടെന്നാണ് പറയുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞവരാണ്. ഇന്നുള്ള പ്രശ്നമെന്ന് പറയുന്നത്, അനേകർ ഈ ദൈവ സ്നേഹത്തിലേക്ക്, ധ്യാനം കൂടി കൃപയിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രിയമുള്ളവരെ, നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാകുന്നില്ല. അല്ല, ദൈവം എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഇതെവിടെയാണ് ഇതിന് തകർച്ച? അനേകർ എന്നെ വിളിക്കാറുണ്ട്, ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ ഏതാണ് വഴി തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിങ്ങൾ തന്നെ കണ്ടെത്തണം, നിങ്ങൾ തന്നെ ദൈവത്തോട് ചോദിക്കണം. അല്ലാതെ ധ്യാനഗുരു ചോദിക്കുന്നതിന് കുഴപ്പമില്ല, പ്രാർത്ഥിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ തന്നെ ദൈവത്തോട് ചോദിക്കുക. ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണിത്. ദൈവത്തിൻ്റെ മനസ്സറിയണം, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്, നമ്മുടെ വഴികൾ എന്താണ്, ഇത് തിരിച്ചറിയണം പ്രിയപ്പെട്ടു. ഇത് തിരിച്ചറിയണമെങ്കിൽ ആദ്യം ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. തിരുവചനത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം അതിൻ്റെ 15 മുതലുള്ള തിരുവചനം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഏതേൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഉണ്ടോ? അതിനും പറയാ, എന്താണ് ഏതേൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഏതേൻ തോട്ടം കൃഷി ചെയ്യാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പറുദീസായിലാക്കിയെന്നാണ് പറയുക. നമ്മളിവിടെ ഏതേൻ തോട്ടം എന്ന് പറയുമ്പോൾ ഒരു തോട്ടമായിട്ട് നമ്മളിതിനെ കാണുന്നത് അല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറുദീസായിലാക്കി. പറുദീസ എന്ന് പറയുന്ന വാക്കിനർത്ഥം ബന്ധങ്ങൾ എന്നാണ്. അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് എവിടെയാണ്? പറുദീസായിലാക്കി. പറുദീസ എന്ന് പറയുന്ന വാക്കിനർത്ഥം എന്താ? ബന്ധങ്ങൾ. ഏതേൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാൻ ദൈവമായ കർത്താവ് മനുഷ്യൻ അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. ദൈവം പറയും നിങ്ങൾ മരിക്കും. എന്നാൽ പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി 3:6, ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദികരം, കണ്ണിന് കൗതുകരം, അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചെടുത്തു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. ഇവിടെ പറയുന്നു മരിക്കുമെന്ന്, പക്ഷെ ഇവിടെ പറയുന്നു കണ്ണ് തുറന്നെന്ന്. അപ്പോഴെന്താണ് പ്രിയപ്പെട്ട ഒരു മരണം? എന്താണ് ഈ മരണം എന്ന് പറയുന്നത്? നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. മരണമെന്ന് പറയുന്നത്, മരണമെന്ന് പറയുന്നത് എന്താ? ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതാണ്. അതല്ല മരണം. വചനം പറയുന്ന മരണം അതല്ല. ഈ പുസ്തകം പഠിപ്പിക്കുന്ന മരണം അതല്ല. എന്താണ് മരണം? മരണമെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതാണ് മരണം എന്ന് പറയുന്നത്. നമ്മൾ മരണമെന്ന് പറയുന്നത് എന്താ? ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതിനാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. ശരിക്കും ബൈബിൾ പഠിപ്പിക്കുന്നത് അതല്ല മരണം. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചേ, നമ്മുടെ ആയുസ് എത്രയാണ്? നമ്മുടെ ആയുസ് 80 or 90 അല്ല. നമ്മുടെ ആയുസ് നിത്യ ആയുസാണ്. ദൈവം മനുഷ്യന് തന്നത് നിത്യമായിട്ട് ജീവിക്കാനുള്ള ആയുസാണ്. ദൈവത്തോട് ഒത്തു വസിക്കാനുള്ള ആയുസാണ്. ദൈവത്തോട് നിത്യ ആയുസ് ഉണ്ടോ? അപ്പം നമ്മൾ ഒരു കാര്യം ഓർക്കണം, മരണമെന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നത് അല്ല മരണം. അതുകൊണ്ടാണ് അൽഫോൻസാമ്മ ഓർത്ത് നോക്കിക്കേ, അവൾ ജീവിച്ചിരുന്നപ്പോഴാണോ മരിച്ചപ്പോഴാണോ ലോകം അറിഞ്ഞത്? പ്രിയപ്പെട്ടവരെ, അവൾ മരണശേഷമാണ് അവളുടെ കൃപ ഒഴുകുന്നത്. കണ്ടോ? അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ആയുസ് എത്ര ആയുസാണ്? നിത്യ ആയുസാണ്. ഇവിടെ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. അപ്പം മരണമെന്ന് പറയുന്നത്, ബൈബിളിൽ മരണമെന്ന് പറയുന്നത് എന്താ? ശരിക്കും ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 8:21 അവിടെ ഒരു യുവാവിനെ യേശു വിളിക്കുന്നുണ്ട് സുവിശേഷം കൂടെ പോരാനായിട്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവ് മരിച്ചുപോയി, ഞാൻ സംസ്കരിച്ചിട്ട് വരാം. അപ്പോൾ യേശു പറയുന്ന വചനം എന്താ?
മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. കണ്ടോ, മരിച്ചവർ. ആരാ പ്രിയപ്പെട്ടവരെ മരിച്ചവർ? ശരിക്കും ആ കൂട്ടായ്മയിൽ നിന്നും ഈ യുവാവിന് മാത്രമേ യേശുവായിട്ട് ബന്ധം ഉണ്ടായുള്ളൂ. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരൊക്കെ ആരാണ്? മരിച്ചവരാണ്. ബൈബിളിൽ പറയുന്നത് അതാണ് മരണമെന്ന് പറയുന്നത്. ദൈവമായിട്ട് ബന്ധമില്ലാത്തവരൊക്കെ മരിച്ചവർ. ഇത് തന്നെയാണ് ധൂർത്തുപുത്രൻ. നിങ്ങൾ വായിച്ചു നോക്കിക്കൂ. അവിടെയും ഇവൻ തിരിച്ചു വരുമ്പോൾ പിതാവ് പറയുന്നത് എന്താ? ഇവൻ മരിച്ചവനായിരുന്നാൽ ഇപ്പോൾ ജീവിക്കുന്നു. ഉണ്ടോ? അപ്പം മരണമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഹൃദയബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇതിനാണ് മരണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഇങ്ങനെ ദൈവവുമായിട്ടുള്ള ഹൃദയബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്താ? മനുഷ്യന് രണ്ട് കാര്യമാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒന്ന്, അവന് ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. യേശയ്യാ അതിൻ്റെ 29-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം, കർത്താവ് വിളിക്കുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാ, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എന്നിട്ട് പറയാ, എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷ്യ നിയമമാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? ഈ ഹൃദയബന്ധം നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യന് എന്താ സംഭവിച്ചത്? ഒന്ന്, അവന് ഭക്തി ഉണ്ടായി ദൈവത്തോട്. ഭക്തി അതെവിടെ നിന്നാണ്? അധരത്തിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നല്ല. അധരം കൊണ്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് സംഭവിക്കുന്ന കാര്യം അതാണ്. ഈ ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ഒന്ന്, അവന് ദൈവത്തോട് ഭക്തി ഉണ്ടായി. രണ്ട്, അവൻ ദൈവത്തിൽ നിന്നും അകന്നു. അതുകൊണ്ടാണ് മരങ്ങൾക്കിടയിൽ ഓടി ഒളിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇനി നാം മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. ഈ ഹൃദയബന്ധം നഷ്ടപ്പെട്ടപ്പോഴെന്താ? രണ്ട് വൃക്ഷത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ തിരുവചനം കേട്ടോ. അവിടെ പറയുന്നത്, ഒന്ന് ജീവന്റെ വൃക്ഷവും, രണ്ട് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൽ അവിടുന്ന് വളർത്തി. ഒന്നേതാണ്? ജീവന്റെ വൃക്ഷം. ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് യേശുവാണ്. പിതാവായ ദൈവവും പറഞ്ഞത് ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാനാണ്. അടുത്ത വൃക്ഷം ഏതാണ്? നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. രണ്ട് വൃക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ജീവന്റെ വൃക്ഷം, അത് യേശുവാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന ജീവനുള്ള അപ്പമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ഒന്ന് ജീവന്റെ വൃക്ഷം, രണ്ടേതാണ് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? എൻ്റെ നന്മ ഞാനല്ല നിശ്ചയിക്കേണ്ടത്, ദൈവം നിശ്ചയിക്കണം. കേട്ടോ, എന്ന് നീ നിൻ്റെ നന്മ നിശ്ചയിക്കുന്നോ അന്ന് നിൻ്റെ ദൈവം ആരായിട്ട് വരും? നീയായിട്ട് മാറും. അതാണ് സാത്താൻ പറഞ്ഞു തന്നത്, അതാണ് പിശാച് പറഞ്ഞു തന്നത്. എന്ന് നീ നിൻ്റെ നന്മ നിശ്ചയിക്കുന്നോ അന്ന് നിൻ്റെ ദൈവം ആരാണ്? നീയായിട്ട് മാറും. എന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന് നമ്മൾ നമ്മുടെ നന്മ നിശ്ചയിക്കുന്നത് നമ്മളാണോ അതോ ദൈവമാണോ? നമ്മുടെ പ്രാർത്ഥന എന്താ? നമ്മുടെ ആഗ്രഹം എന്താ? നാം നിയോഗങ്ങളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അത് ദൈവത്തിന് സമർപ്പിക്കും. എന്നിട്ട് നമ്മൾ എന്നാ പറയും? ദൈവത്തോട് ഇതങ്ങോട്ട് ആശീർവദിച്ചേക്കാൻ പറയും. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന വഴിയിലൂടെ ആര് വരണം? ദൈവം വരണം. അതല്ലേ നമ്മുടെ പ്രാർത്ഥന? സത്യത്തിൽ ദൈവം പറയുന്ന വഴിയിലൂടെ ഞാൻ പോകണം. ദൈവം പറയുന്ന വഴിയിലൂടെ ഞാൻ പോകണം. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇന്ന് നമ്മൾ നമ്മുടെ നന്മ നിശ്ചയിക്കും. എന്താണ് ദൈവം പറഞ്ഞത്? എന്ന് നീ നിൻ്റെ നന്മ നിശ്ചയിക്കുന്നോ അന്ന് എന്ത് സംഭവിക്കും? അതിന് മരണമുണ്ടാകും, ബന്ധം നഷ്ടപ്പെടും. ജീവന്റെ വൃക്ഷം നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന് നീ ഭക്ഷിക്കുന്നോ അന്ന് നീ മരിക്കും. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? എന്ന് നീ നിൻ്റെ നന്മ നിശ്ചയിക്കുന്നോ അന്ന് നിൻ്റെ ദൈവം ആരായിട്ട് വരും? നീയായിട്ട്. ഇതാണ് സാത്താൻ പറഞ്ഞത്, നിന്നെ ഞാൻ ദൈവമാക്കാം. നിന്നെ ഞാൻ ദൈവമാക്കാം. ഇന്ന് ഓർത്ത് നോക്കി, നമ്മളൊക്കെ നമ്മുടെ നന്മ നിശ്ചയിക്കുകയാണ്. അപ്പം എൻ്റെ ദൈവം ആരാണ്? ഞാൻ തന്നെയാണ്. അപ്പം നമുക്ക് ദൈവം എന്ന് പറയുന്ന ആരാ? ഞാൻ പറയുന്ന വഴിയിലൂടെ വരേണ്ടവനാണ് ആര്? ദൈവം. വന്നില്ലെങ്കിലോ അപ്പോഴും നമ്മൾ പറയും ദൈവം ശരിയല്ല, അല്ലെങ്കിൽ എന്താണ്? ദൈവം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം തരുന്നില്ല. ഇവിടെയാണ് നമുക്ക് വെളിച്ചം കിട്ടേണ്ടത്. അപ്പം എൻ്റെ നന്മ ഞാനല്ല നിശ്ചയിക്കേണ്ട. ആര് നിശ്ചയിക്കണം? ദൈവം നിശ്ചയിക്കണം. ഇന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ നന്മ നിശ്ചയിക്കുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. എനിക്ക് നന്മയായത് ഞാൻ തിരഞ്ഞെടുക്കും. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ഓർത്ത് നോക്കിക്കേ. സത്യത്തിൽ ഇന്ന് രോഗങ്ങൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ വീട് ഹൈ റേഞ്ചിലാണ്, തങ്കമണി എന്ന് പറയും. അപ്പം ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ ഉള്ള കൃഷിയാണ് ഈ പാവൽ കൃഷി. ആളുകളെല്ലാം ഇതിന് കൊടിയ വിഷമാണ് അടിച്ചു പിടിപ്പിക്കുന്നത് പാവയ്ക്കേക്ക്. അപ്പം ഞാൻ ഒരപ്പനോട് ചോദിച്ചു, അപ്പ ഇത് തിന്നുന്നവൻ്റെ കുടൽ കരിഞ്ഞു പോവുകയല്ലേ? അപ്പോൾ ആ മനുഷ്യനോട് പറയും, സുനിലെ, ഞങ്ങളാരും ഇത് കഴിക്കാറില്ല. ഞങ്ങൾക്കുള്ളതെല്ലാം എന്ത് ചെയ്യും? പൊതിഞ്ഞിടും. ഇത് കഴിക്കുന്ന ആരാന്നറിയോ?
കൊല്ലംകാരനും ആലപ്പുഴക്കാരനും കോട്ടയംകാരനും പാലക്കാരനും ഉണ്ടോ. എല്ലാ ബുധനാഴ്ചയാണ് അവിടെ പാവയ്ക്കാ ചന്ത. ഇവിടെ നിങ്ങൾക്ക് അറിയണോ, ഞാൻ തിരുവനന്തപുരത്ത് കടൽ തീരത്ത് ധ്യാനത്തിന് പോയി പള്ളിയിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞു തൊട്ട് മുമ്പിലാണ് ഇത് മീൻ കൊണ്ടുവരുന്ന വലിയ വള്ളങ്ങളും ബോട്ടുകളൊക്കെ വരുന്നു. അവിടെ ചെന്നപ്പോഴോ അപ്പം ഞാനോർത്തത് രാവിലെ പോയിട്ട് വൈകിട്ട് പോയിട്ട് രാവിലെ മീനുമായിട്ട് വരുമെന്നാണ്. ഇതല്ല പ്രിയപ്പെട്ടവർ. 2 മാസം 1 മാസം 15 ദിവസമൊക്കെ പുറം കടലിൽ പോയിട്ടാണ്. ഐസ് നന്നായിട്ട് ഇവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവരോട് ചോദിച്ച് ഈ ഐസ് തികയോ ഇങ്ങനെ 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും, അല്ല മീൻ കിട്ടിയാലോ? അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രദറെ, ഞങ്ങൾ ഈ വലിയ പ്രശ്നമൊന്നും ഉള്ളതല്ല, എന്നാലും പറയണം അമോണിയ എന്ന് പറഞ്ഞ ഒരു ലായനിയുണ്ട്, അതിങ്ങനെ തളിക്കും. അത് തളിച്ചാൽ ഇങ്ങനെ വടി പോലെ ഇരിക്കും സാധനം. ഇത് കയറ്റി വിടുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഇടുക്കിക്കും കോട്ടയത്തിനും പാലായിക്കും ഒക്കെയാണ് ഉണ്ടോ. എല്ലാ ബുധനാഴ്ച അവിടെ പാവയ്ക്കാ ചന്തയാണ്. അച്ചായൻ എക്കാലം അടിച്ച പാവയ്ക്ക കൊണ്ടേ കൊടുത്തിട്ട് എന്നെ മേടിക്കും, അമോണിയിട്ട് അയില മേടിക്കും എന്നോർത്ത് നോക്കിക്ക്. ഇപ്പോൾ ഇടുക്കിക്കാരനും ക്യാൻസർ, കോട്ടയംകാരനും തിരുവനന്തപുരംകാരനും ക്യാൻസർ. അപ്പോൾ ക്യാൻസർ വരുത്തിയത് ആരാണ്? നമ്മളെപ്പോഴും പറയുന്നത്, ഞാൻ ഈ രോഗികളിലേക്ക് അടുത്ത് പ്രാർത്ഥിക്കുന്ന ചിലപ്പോൾ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ എൻ്റെ അടുത്ത് വന്നിച്ചോളൂ, ദൈവം തന്നാണ് ബ്രദറെ, ദൈവം തന്നാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, നാം മനസ്സിലാക്കണം, നിങ്ങളുടെ മക്കൾക്ക് ക്യാൻസർ വന്ന് വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കൂ. അപ്പോൾ ഇത് ദൈവം തന്നതല്ല. ദൈവം രോഗത്തെ സൃഷ്ടിച്ചിട്ടില്ല, ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇന്ന് ദൈവം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് ആർക്കും കുതിര കയറാൻ പറ്റിയ ആളാണ് ആര്? ദൈവം. നമ്മൾ ഈ സ്വാർത്ഥത, എൻ്റെ നന്മ ഞാൻ നിശ്ചയിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഈ റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞ സാധനം, അതൊരു കളനാശിനിയാണ്. അത് മേടിച്ചിട്ട് അതിങ്ങനെ അടിക്കുകയാണ് മിറ്റത്ത്. ആ കൈ കൊണ്ട് കാട് പറിച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇത് മുഴുവനും ഒഴുകി വന്നിട്ട് എവിടെയാണ്? കുളത്തിലാണ് വീഴുന്നത് മഴ പെയ്യുമ്പോൾ. 10 വർഷമാണ് ഇതിൻ്റെ കണ്ടന്റ് കിടക്കുന്നത് മണ്ണിൽ, ഇതിൻ്റെ വിഷം കിടക്കുന്നത്. എന്നിട്ട് ഇത് കോരി കുടിക്കുക. എന്നിട്ട് ഇപ്പോൾ എന്താണ്? വയറ്റിൽ ക്യാൻസർ, കുടലി ക്യാൻസർ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു, ബ്രദർ 5 പേരാണ് അവരുടെ കുടുംബത്തിൽ ക്യാൻസർ വന്ന് മരിച്ചത്. എന്നിട്ട് അവർ പറയും ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അവരും പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം തന്നതല്ലേ ബ്രദറെ, ദൈവം തന്നതല്ലേ എന്ന് ഓർത്ത് നോക്കിക്കേ. സാത്താൻ മനുഷ്യൻ്റെ ഉള്ളിലിട്ട് കൊടുക്കുന്ന നുണ ഇതാണ്. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നമ്മുടെ നന്മ നിശ്ചയിച്ച് അതിൻ്റെ ഫലം എന്താ? രോഗം, തകർച്ചകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ. എവിടുന്നാണ് ആരംഭിച്ചത്? നമ്മുടെ നന്മ നമ്മൾ നിശ്ചയിച്ചു. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, എൻ്റെ നന്മ ഞാനല്ല നിശ്ചയിക്കണം, ദൈവം നിശ്ചയിക്കണം. എന്ന് നീ നിൻ്റെ നന്മ നിശ്ചയിക്കുന്നു, അന്ന് നിൻ്റെ നാശം. അതുകൊണ്ട് ഇന്ന് രോഗങ്ങൾ, ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ ആരാണ്? അത് ദൈവമാണ്. ഇവിടിരിക്കുന്ന പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം, ദൈവമല്ല ക്യാൻസർ വരുത്തുന്നത്, ദൈവമല്ല രോഗം വരുത്തുന്നത്. എന്നിട്ട് നമ്മൾ ദൈവം വരുത്തി, എന്നിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇത് മാറ്റിത്തരണം. വരുത്തിയത് ആരാണ്? ദൈവം. മാറ്റിത്തരുന്ന ആരാണ്? ദൈവം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്നാ? ഇവിടെയാണ് നമുക്ക് വെളിച്ചം കിട്ടേണ്ടത്. അപ്പോൾ എൻ്റെ നന്മ ആര് നിശ്ചയിക്കണം? ദൈവം നിശ്ചയിക്കണം. ശരിക്കും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ദൈവഹിതം അറിയത്തില്ല. അതുകൊണ്ടാണ് തിരുവചനത്തിലേക്ക് വരുമ്പോൾ റോമർ 8-ന്റെ 8-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ തിരുവചനം, റോമർ 8-ന്റെ 28, അവിടെ ഇപ്രകാരമാണ് പറയുന്നത്. റോമർ 8-ന്റെ 28, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, എന്താ അവിടെ പറയുന്നത്? നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്താ ബലഹീനത? നമ്മൾ ഓർക്കുന്നത് പാപം ചെയ്യുന്നതാണ് ബലഹീനത. അല്ല, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രശ്നം അല്ല, അവൻ്റെ ബലഹീനത എന്ന് പറയുന്നത് ദൈവഹിതം തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇതാണ് ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത്. നമ്മൾ ബലഹീനത എന്ന് പറയുന്നത് എന്താ? എന്തെങ്കിലും അല്ലെങ്കിൽ പാപം ചെയ്തു പോയി ബ്രദർ, ബലഹീനനാണ് ഞാൻ. ശരിക്കും ഇവിടെ പറയുന്ന ബലഹീനത എന്താണ്? നമ്മുടെ ബലഹീനതയിൽ ഉണ്ടോ? അപ്പം ദൈവഹിതം തിരിച്ചറിയാനുള്ള കഴിവില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ബലഹീനത. ഈ ബലഹീനതയിൽ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് വിളിച്ചങ്ങനെ കണ്ടോ, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. എന്നിട്ട് പറയാ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെന്ന് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടും, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു.
എന്നിട്ട് പറയാ, ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ ഹിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതം അനുസരിച്ച് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഉണ്ടോ? ദൈവഹിതം അനുസരിച്ച്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവഹിതം തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളിലില്ല. ദൈവമായിട്ട് ബന്ധമില്ലല്ലോ. ഈ മരണത്തിലാണ്. ആത്മാവ് നഷ്ടപ്പെട്ടു പോയി, പരിശുദ്ധാത്മാവ് നിർവീര്യമായി പോയി. ഈ ബന്ധം പുനഃസ്ഥാപിക്കണം. ഈ ബന്ധം അപ്പം നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് ഈ ബന്ധം പുനഃസ്ഥാപിക്കുന്നത്? അതിനാണ് ഈശോ വന്നത്. ഈശോയെ സ്വീകരിക്കണം. അതുകൊണ്ടല്ലേ യോഹന്നാന്റെ സുവിശേഷം 1:11, അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. സ്വീകരിച്ചവർക്ക് അവൻ ദൈവമക്കളാകാൻ കഴിവ് നൽകി. അപ്പോൾ ഈശോ വഴിയാണ് നമുക്ക് പിതാവുമായിട്ട് ഈ ബന്ധം പുനഃസ്ഥാപിക്കുന്നത്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്ന ഈശോ വഴിയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവർ, പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കും. അത് തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? വളരെ വ്യക്തമായിട്ട് പറയുക, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അവൻ പരിശുദ്ധാത്മാവ് വഴിയാണ്. അല്ലെ, പരിശുദ്ധാത്മാവ് സംസാരിച്ചെങ്കിൽ നമുക്ക് ദൈവഹിതം തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ബലഹീനതയിൽ ആരും നമ്മളെ സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. അപ്പം ശരിക്കും നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ആര് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 16-ാമത്തെ അധ്യായം അതിൻ്റെ 25 മുതലുള്ള തിരുവചനം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-25 മുതൽ. അവിടെ തടവറയിലെ അത്ഭുതമെന്നാണ് എഴുതിയിരിക്കുന്ന ഹെഡിങ്. ഞാനൊന്ന് വായിക്കാം. അർദ്ധരാത്രിയോടെ അടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യക്കൊരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, വലിയൊരു വെളിച്ചം ഈ വചനത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ പറയുന്ന തടവറയിലെ അത്ഭുതമെന്നാണ്. എന്താ ഈ തടവറയിൽ സംഭവിച്ചത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗരത്തിന് അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അപ്പോൾ ആദ്യം നാം മനസ്സിലാക്കണം, ഇവരെവിടെയാണ് കിടക്കുന്നത്? ഇവർ കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. അവിടെ കിടന്നുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത്? അർദ്ധരാത്രിയിൽ ഇവർ പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോഴെന്താ സംഭവിച്ചത്? സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? സ്തുതിക്കുക. പൗലോസും സീലാസും സ്തുതിച്ചപ്പോൾ അവരുടെ കെട്ടുകൾ അഴിഞ്ഞു. കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു. അവരെന്ത് ചെയ്തു? അവിടുന്ന് പുറത്തു പോയി. അല്ല, രക്ഷപ്പെട്ടെന്നാണ്. അപ്പം നമ്മൾ ജനത്തോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ സ്തുതിച്ചോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വീഴും? ചങ്ങലയഴിയും, കെട്ടഴിയും. ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. തെറ്റല്ലത്, പറഞ്ഞു കൊടുക്കുന്നത് തെറ്റല്ല. പക്ഷേ എന്താ പ്രശ്നമെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവർ സ്തുതിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവരവിടെ കിടന്ന് സ്തുതിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ചങ്ങല അഴിയാനല്ല, കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാനല്ല. ഇവർ സ്തുതിച്ചതും ഇവരാരാധിച്ചതും തങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ആരാധിച്ചത്, അല്ലാതെ ചങ്ങല അഴിയാനല്ല. നമ്മൾ സ്തുതിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിക്ക്. നമ്മൾ എന്തു പറയും? സ്തുതിപ്പിൻ്റെ സമയത്താണ് രോഗശാന്തി കിട്ടുന്നത്, സ്തുതിപ്പിൻ്റെ സമയത്താണ് കെട്ടുകൾ അഴിയുന്നത്. അപ്പം നമ്മൾ സ്തുതിക്കുന്നതിനാ കെട്ടഴിയാൻ. ഇവർ സ്തുതിച്ചതോ? ഇതാണ് പ്രശ്നം.
അപ്പം നമ്മുടെ പ്രാർത്ഥന പോലും എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രശ്നം മാറണം ഉണ്ടോ? അപ്പം എന്തിനാണ് ധ്യാനം കൂടുന്നത്? പ്രശ്നം മാറാൻ. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, സ്തുതിക്കുന്നത്? കെട്ടുകൾ അഴിയാൻ. ഇവർ കെട്ടഴിയാനല്ല, വാതിൽ തുറക്കാനല്ല, ചങ്ങല അഴിയാനല്ല. ഇവർ ഈ ചങ്ങലയെ കിടക്കുമ്പോഴും ഈ അർദ്ധരാത്രിയോട് ഈ തടവറയെ കിടക്കുമ്പോഴും ഇവർ സ്തുതിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ? നമ്മളൊക്കെ ധ്യാനിപ്പിക്കുന്ന ആളല്ലേ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ആ സ്തുതിച്ചോ ഇപ്പം കെട്ടഴിയും. അല്ലെ പറയും, ഇന്ന ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങളിങ്ങനെ സ്തുതിച്ചോണ്ട് സമയത്ത് രോഗം മാറി. എന്നെ കേൾക്കുന്നതിനെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ജനത്തെ കൊണ്ട് ഇങ്ങനെ സ്തുതിപ്പിക്കുക. അല്ലെ നമ്മളിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. കണ്ടോ, എന്തിനാണ്? രോഗം മാറണം, കെട്ടഴിയണം, ചങ്ങല അഴിഞ്ഞു വീഴണം. ഇവിടെ സ്തുതിച്ച് എന്തിനാണ്ട്? ഇതാണ് വ്യത്യാസം. ഇവർക്ക് ചങ്ങല അഴിയാനല്ല, കെട്ടഴിയാനല്ല. ഇവർ ചങ്ങലയെ കിടക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുന്നു. എത്ര മഹത്വമാണ്! ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, അവരങ്ങനെ സ്തുതിച്ച സമയത്ത് അടിത്തറ കുലുങ്ങി, കെട്ടുകൾ അഴിഞ്ഞു, വാതിൽ തുറന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ പൗലോസും സീലാസും ഒന്നും അവിടുന്ന് ഓടിപ്പോകുന്നില്ല. പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നു കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യക്കൊരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, അടയാ, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്, ഞങ്ങൾ പോയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെയാണ് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത് കൂട്ടിക്കോ. നമ്മളവിടെ കിടന്നുകൊണ്ട് സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. രാത്രിയിൽ ആ സമയത്ത് ചങ്ങല കഴിഞ്ഞു, വാതിലും തുറന്നു, കാവൽക്കാരൻ ഉറങ്ങുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടി രക്ഷപ്പെടും. എന്നിട്ട് നാളെ നമ്മൾ നിന്നിട്ട് പ്രസംഗിക്കും, കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു. സത്യമല്ലേ? ശ്രദ്ധിച്ചേ, ഇവരാരും രക്ഷപ്പെടുന്നില്ല. ഉണ്ടോ? എന്തുകൊണ്ടാണ് അവർ ഓടിപ്പോകാത്തത്? കാവൽക്കാരൻ ഉണർന്നപ്പോഴോ വാളെടുക്കുകയാണ് ആത്മഹത്യ ചെയ്യാൻ. അല്ല, അവൻ്റെ കഴുത്ത് വിട്ടു, ഉറപ്പാണ്. പക്ഷെ പൗലോസ് വിളിച്ചു പറയുകയാണ്, സാഹസം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ? ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളും പറയും, ചിലപ്പോൾ കാവൽക്കാരനെ രക്ഷപ്പെടുത്താൻ. ഒന്നുമല്ല. ശരിക്കും അവരെ അവിടെ എത്തിച്ചത് ആരാണ്? കാരാഗ്രഹത്തിൽ ചെല്ലാൻ ഇടയാക്കിയത് ആരാണ്? അവർ യേശുവിനെ പ്രഘോഷിച്ചതുകൊണ്ടാണ്. അപ്പം കാരാഗ്രഹത്തിൽ അവരെത്തപ്പെട്ടെങ്കിൽ അവിടുന്ന് പോകാൻ ആര് പറയണം? ദൈവം പറയണം, യേശു പറയണം. അപ്പോൾ പോകാത്തതിന് കാരണം എന്താ? യേശു പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഉണർന്നപ്പോഴെന്താ സംഭവിച്ചത്? കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതെല്ലാം തുറന്നു കിടക്കുകയാണ്. രക്ഷപ്പെട്ടെന്നാണ് വിചാരിച്ചത്. അവൻ വാളൂരി ആത്മഹത്യക്കൊരുങ്ങുകയാണ്. പൗലോസ് വിളിച്ചു സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ ഓടി. അവൻ എന്നിട്ട് അടുത്ത വചനം എന്താ? അവൻ പേടിച്ചു വിറച്ച് പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൽ വീണു. എന്നിട്ടോ കേട്ടോ, അവരെ വിളിക്കുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, യജമാനന്മാരെ. ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ആരാണ് യജമാനൻ? ഇതിനു മുമ്പ് കാവൽക്കാരനാണ് യജമാനൻ. അവരെല്ലാം തടവുകാരാണ്, കാരാഗ്രഹത്തിൽ കിടക്കുന്നവരാണ്. കണ്ടോ, അവൻ്റെ ഭാഷ മാറുന്ന കേട്ടോ. യജമാനന്മാരെ. അടുത്ത വചനം എന്താണ്? അവൻ പറയുന്നത്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ പൗലോസോ സീലാസോ ഇവരോട് എന്ത് പറഞ്ഞ? സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, അവൻ്റെ ഭാഷ മാറുന്നത് കൊണ്ടോ. യജമാനന്മാരെ. അടുത്ത വചനം ചോദിക്കുക, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ ഈ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, സുവിശേഷം കേൾക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, വചനവും പ്രഘോഷിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതം കണ്ടിട്ട് ഇതുപോലെ എന്താണ് രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്ന് എത്ര പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്? പറയണം. നമ്മൾ ഈ 24 മണിക്കൂറും പ്രസംഗിക്കുന്നതല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ ഇവൻ ചോദിക്കുന്നുണ്ട്, ഈ കാവൽക്കാരൻ ചോദിക്കുന്നത് കേട്ടോ, യജമാനന്മാരെ. അടുത്ത പറയും, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മളിലൂടെ എത്ര പേര് രക്ഷയിലേക്ക് വന്നു? അതിന് കാരണം എന്താ പ്രിയപ്പെട്ടവരെ? ശരിക്കും നമ്മൾ ഈ ദൈവഹിതം എന്താണ് എന്നുള്ളത് ആ തിരിച്ചറിവിലേക്ക് നമ്മൾ വന്നിട്ടില്ല. തിരിച്ചറിവ് മാത്രമല്ല, ആ ഒരു അനുഭവത്തിലല്ല നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ദൈവഹിതം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ചെല്ലു ചോദിക്കും, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുക? പല തരത്തിലാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ,
ഇപ്പോൾ ഒരു എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതമല്ല നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അത് പ്രത്യേകം ഓർക്കണം. എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതമല്ല നിങ്ങളെ സംബന്ധിച്ച് 100 പേരുണ്ട്, 100 പേരുടെയും വഴികൾ വ്യത്യസ്തമാണ്. നമ്മൾ ആദ്യം 100 പേരുടെയും വഴികൾ വ്യത്യസ്തമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഞാൻ തിരിച്ചറിയുമ്പോഴോ ഞാൻ ശാന്തമാകും കേട്ടോ. അപ്പം അതുകൊണ്ട് ചെല്ലു വന്നിട്ട് എന്നോട് ചോദിക്കും, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ? ഞാൻ പറയും, സഹോദരി എനിക്കറിയില്ല. സത്യമാണ്, നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം നിങ്ങൾ തിരിച്ചറിയണം. അപ്പം എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴെന്തായി, ഞാനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാനൊന്ന് നിങ്ങളോട് പങ്കുവെക്കാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അസിസിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ഭരണങ്ങാനത്ത്. അതിനിടയ്ക്ക് ഞാൻ ഈ യാക്കോബായ സഹോദരങ്ങൾക്ക് പോയി ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. പിറവ സൈഡിൽ രാത്രിയിലാണ് പോയി എടുത്തിട്ട് വരുന്നത്, വൈകിട്ടാണ് അവരുടെ സുവിശേഷം. അപ്പോൾ അതിനകത്ത് മാത്യൂസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ് ആ കാറെ കൊണ്ട് എന്നെ കോതോങ്കലത്ത് വിടും. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദർ ഒരു വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ അസീസിയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞ്, ബ്രദറിന് ഒരു കാറ് വരുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. ഓക്കെ, അപ്പം 1 കാറ് എനിക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. 2 എന്നോട് ഈ മനുഷ്യൻ പറയുന്നു, ബ്രദറിന് ഒരു കാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ പിറ്റേ മാസം ഞാനിങ്ങനെ എന്നെ കൊണ്ട് വിട്ടപ്പോൾ എന്നോട് ഈ മാത്യൂസ് ചോദിച്ചു, ബ്രദർ പ്രാർത്ഥിച്ചോ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്ത് പറഞ്ഞു ദൈവം? ഞാൻ പറഞ്ഞു, എന്നോട് ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ കാറ് വരുന്നതായിട്ട് കാണിക്കുന്നു പറഞ്ഞോളൂ. പെട്ടെന്ന് ഈ മാത്യൂസ് പറഞ്ഞു, ബ്രദറെ എനിക്ക് 2 വാഹനമുണ്ട്, ഞാനും ഭാര്യയും കൂടെ തീരുമാനിച്ചു അതിലൊന്നും ബ്രദറിന് തരാമെന്ന്. സത്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ അസിസി പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു കാറ് വരുന്നതായിട്ട് കാണിക്കുന്നു, ഇങ്ങനെ പറയുന്നു കാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നിട്ട് പിറ്റേ മാസം പറയുന്നു ഒരു വാഹനം ബ്രദറിന് ഫ്രീ ആയിട്ട് തരികയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോഴെന്താ, തീർച്ചയായിട്ടും നമുക്കത് ദൈവം തരുന്നതാണ്, കാരണം കറക്റ്റാണ് കാര്യങ്ങൾ. പക്ഷേ എന്താ പ്രശ്നമെന്നറിയോ, അവിടെയാണ് എനിക്ക് ദൈവഹിതമാണോ, ഞാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണോ അതിന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്ത് ചെയ്യണം? ഒന്ന്, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യണം. ദൈവത്തിന് സംസാരിക്കാൻ സമയം വേണ്ട. നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെയൊക്കെ പ്രശ്നം ഇന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു നാളെ തന്നെ ഉത്തരം അല്ല പ്രിയപ്പെട്ടവരെ. കാത്തിരിക്കണം. ദൈവം സംസാരിക്കും നമ്മളോട്. അതിനുവേണ്ടി എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഏതൊരു കാര്യവും കാത്തിരിക്കണം. ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കുന്നതാണ്, ഏത് കാര്യം വരുമ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്യേ, ഓടരുത്. അവിടെ ഒന്നും പോകണമെന്ന്, നിങ്ങൾ വെയിറ്റ് ചെയ്യേ. നിങ്ങൾ ആദ്യം കർത്താവിൻ്റെ അടുത്തിരിക്കും, അപ്പോൾ കർത്താവ് സംസാരിക്കും. ഞാനും പറഞ്ഞു 1 മാസം കൂടെ കഴിയട്ടെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. എല്ലാ വഴികളും ഓക്കെയാണ്, പക്ഷേ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മൂവാറ്റുപുഴയിൽ നിന്ന് കോതമംഗലത്തിനാണ് ബസ് പോകേണ്ടത്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് ബസ് കയറി കാരക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു അമ്മച്ചിയെ ആ ബസ് പോർട്ടർ കയ്യെ പിടിച്ചിങ്ങനെ കയറ്റി സീറ്റയിൽ ഇരുത്തി. ആ സമയത്ത് ഞാൻ നോക്കുമ്പം ഈ അമ്മച്ചി പ്രായമായതാണ്, ഇതിൻ്റെ ചട്ടയും മുണ്ടും ഒക്കെ മുഷിഞ്ഞ് ഈ മുണ്ടൊക്കെ ചെറുതായിട്ട് കീറി തുന്നിയിട്ടുണ്ട്. എന്നിട്ട് ഇവർ ടിക്കറ്റ് എടുത്തു. അപ്പം ഞാനും ഓർത്തു, ഇവരിറങ്ങുന്നിടത്ത് ഇറങ്ങി ഇവർക്കൊരു ചട്ടയും മുണ്ടും അതിനുള്ള തുണി മേടിച്ച് കൊടുക്കണം. എൻ്റെ മനസ്സിലങ്ങനെ ഇച്ചിരി പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ. പെട്ടെന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല, ഇവരെ മടിയിൽ നിന്ന് കൊന്ത എടുത്തിട്ട് ഇങ്ങനെ കൊന്ത ചൊല്ലുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൃപയുള്ളൊരു അമ്മയാണ്. കോതോങ്കലത്തിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ ഓടി അമ്മച്ചിയുടെ അടുത്തിയെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞ് സുനിൽ എന്നാണ്, ഞാനിങ്ങനെ അസിസിയിൽ വചനം പറയുന്ന ആളാണ്, സുവിശേഷം പറയുന്ന ആളാണ് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. പെട്ടെന്ന് ഇത് കൈകൂപ്പി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്നോട് ഞാൻ ചോദിച്ചു വീട് എവിടെയാണ്? കാരക്കുന്ന്. അപ്പോൾ ഞാൻ ആ പള്ളി വന്നിട്ടുണ്ട് ധ്യാനിപ്പിക്കാൻ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അമ്മച്ചി നമുക്ക് ഒരു ചായ കുടിച്ചാലോ? അപ്പോൾ ഇതെന്നോട് പറഞ്ഞു, എനിക്ക് 3 നോമ്പാണ് കുഞ്ഞ്, ചായ വേണ്ട, 3 നോമ്പിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചട്ടയും കൊണ്ട് ഒത്തിരി പഴകിയതാണല്ലോ, ഞാൻ ഒരു ചട്ടയ്ക്ക് തുണി മേടിച്ച് തരട്ടെ. അപ്പോൾ കടയിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ചട്ടയും മുണ്ടും വേണ്ട എനിക്ക്, ഇത് നല്ല തുണിയാണ്. അതെന്നോട് പറഞ്ഞ വാക്ക് കേൾക്കണോ, വീട്ടിലുടുക്കാൻ ലുങ്കിയില്ലാത്തതുകൊണ്ട് ഈ മുണ്ട് കൊടുത്താണ് ഇന്നലെ കിടന്നത്. അപ്പോൾ എൻ്റെ ലുങ്കി കീറിപ്പോയി കുഞ്ഞേ. രണ്ടാമത് എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മേസ്ത്രിയായിരുന്നു. അത് പണിക്ക് പോയിക്കൊണ്ടിരുന്ന അന്ന് ഒരു കുഴപ്പമില്ല, കുറവുമില്ലായിരുന്നു. മരിച്ചുപോയി. ഒരു മകനുണ്ടായിരുന്നു, അത് തെങ്ങ് കയറാൻ പോയതാ, ആക്സിഡൻറ്റ് പറ്റി മരിച്ച്. അതിൻ്റെ ഭാര്യ ഈ പണക്കാരുടെ വീട്ടിലൊക്കെ പണിക്ക് പോകും, കൂലിപ്പണിക്ക്. അവിടുന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട്. പെട്ടെന്ന് അതെന്നോട് പറഞ്ഞ്, എനിക്കൊരു ലുങ്കി വാങ്ങി തന്നാൽ മതി, ഞാൻ കഴുകിയിട്ട് നീലം മുക്കി എടുത്തോളാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എവിടെ പോവുക? അപ്പോൾ അതിനോട് വിധവാ പെൻഷൻ കിട്ടാറുണ്ട്, അത് തേടി ഇറങ്ങിയത് മലയങ്കീഴ് എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകണം. അപ്പോൾ കാലം നോക്കിയപ്പോൾ ചെരുപ്പില്ല, നല്ല ചൂട്, ടാറിംഗ് റോഡ് നടന്നു പോകണം അവിടുന്ന്.
പെട്ടെന്ന് ഞാൻ ചോദിച്ചു, ഞാനൊരു ചെരുപ്പും കൂടെ വാങ്ങിത്തരട്ടെ? അപ്പോൾ അതൊരു വള്ളിച്ചെരുപ്പും കൂടെ വാങ്ങി. അപ്പോൾ ഞാൻ ഇച്ചിരി പൈസ എടുത്തതിന് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കൈ കൂപ്പിയിട്ട് പറഞ്ഞു, കൊച്ചി ഇത്രയും വാങ്ങി തന്നില്ലേ, എനിക്ക് പൈസ വേണ്ട. ഞാൻ കയ്യിലെത്രയുണ്ട്? 10 രൂപ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഈ 10 രൂപ? അപ്പോൾ അത് തിരിച്ച് ഈ കാരക്കുന്നതിനുള്ള വണ്ടിക്കൂലിയാണ് ഈ 10 രൂപ. ഞാൻ വേറെ ഉണ്ടോ? ഇല്ല. പെട്ടെന്ന് ഞാൻ ഇത്തിരി പൈസ എടുത്തപ്പോൾ അതിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഞാൻ പറഞ്ഞു, ഈശോ തരുന്നതാണ്. പെട്ടെന്ന് അത് പറഞ്ഞു, ഈശോയാണ് കുഞ്ഞ് എന്നെ നടത്തുന്നത്, ഈശോയാണ് എന്നെ നടത്തുന്നത്. അപ്പോൾ പറഞ്ഞു, വാക്ക് കേട്ടോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? അപ്പോൾ അത് കൈകൂപ്പിയിട്ട് പറഞ്ഞു, ഞാൻ എന്നും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് പോയി കേട്ടോ. ബസ്സേ കയറിയിരുന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടൊരു ചോദ്യം ചോദിച്ചൊരു ഉണ്ട്, നിനക്ക് കാറ് വേണോ? നിനക്ക് കാറ് വേണോ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സത്യത്തിൽ അന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, കാറിൽ പോയാൽ ഈ കാഴ്ച നീ കാണുമോ? അന്നാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ പോകേണ്ട വഴി ബസ്സാണ്. ഞാൻ പോകേണ്ട വഴി ബസ്സാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് മാത്യുവിനെ വിളിച്ച്, എനിക്ക് കാറ് വേണ്ട, ഇപ്പോൾ വേണ്ട, സമയമായിട്ടില്ല. സത്യമായി ഞാൻ പറയുന്നത്, എനിക്ക് വാഹനമുണ്ട്, ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കിപ്പോഴും ഇഷ്ടം ബസ്സിൽ യാത്ര ചെയ്യാനാണ്. ഞാൻ ഇനി എന്തെങ്കിലും പെട്ടെന്നൊരു യോഗത്തിന് പോയാൽ ഞാൻ അല്ലെങ്കിൽ സുവിശേഷത്തിന് പോയാൽ ഞാൻ എടുക്കും. പക്ഷെ ഞാൻ കൂടുതലും എനിക്ക് കാരണം അന്ന് എൻ്റെ ചെവിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. നിൻ്റെ വഴി ബസ്സാണ്. ഞാൻ അപ്പം തന്നെ മാത്യുവിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വാഹനം വേണ്ട കേട്ടാ. അപ്പോൾ എന്നോട് ചെന്തപ്പെടുന്നത്, ഞാൻ പറഞ്ഞു, എന്നോട് കർത്താവ് പറഞ്ഞു. അപ്പോൾ എൻ്റെ വഴി എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടെന്നറിയോ? പിന്നെ എനിക്ക് ഒരിക്കലും അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. ഞാൻ എത്രയോ പേർക്ക് വാഹനം എടുക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടെന്നറിയോ? എനിക്കില്ലാത്തപ്പോഴും ഞാൻ സഹായിച്ചിട്ടുണ്ട്. പാട്ട് പാടുന്നൊരു സഹോദരന് 2 ആക്സിഡൻറ്റ് പറ്റിയപ്പം അവനോട് ഞാൻ പറഞ്ഞു, നീ ഈ ബൈക്കിനല്ല പറഞ്ഞു, നീ ഒരു കാർ എടുക്കാൻ പറഞ്ഞു. നല്ല കാറ് വേണം കേട്ടോ, വചനം പ്രഘോഷിക്കാൻ പോകുന്നത് നല്ല വാഹനം വേണം. ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. എന്നെ സംബന്ധിച്ചുള്ള ദൈവത്തിന് ഇപ്പം എനിക്ക് വാഹനമുണ്ട്, ഒരു കാറുണ്ട് ഇപ്പോഴും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അതിന് ആ സമയത്തും ഞാൻ നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഓർക്കും, വാഹനം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ബസ്സിൽ പോകാനാണ് ഇഷ്ടം. ഇഷ്ടമല്ലത്, ദൈവം എന്നോട് അന്ന് പറഞ്ഞ് സംസാരിച്ച കാര്യം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവഹിതം കാത്തിരിക്കണം. ഒരു പക്ഷേ ബൈബിളിലൂടെ സംസാരിക്കും, വചനത്തിലൂടെ, അല്ലെങ്കിലോ വ്യക്തികളിലൂടെ സംസാരിക്കാം, ആരിലൂടെയും സംസാരിക്കാം, പങ്കാളിയിലൂടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അതൊരു മെസ്സേജാണ് കൊടുത്തത്, സ്വർണം എന്തോ ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, സഹായിക്കാനായിട്ട്. അപ്പം പങ്കാളി പറഞ്ഞു, അത് ചെയ്യരുത്. പക്ഷേ മെസ്സേജാണെന്നാണ് പറയുന്നത്. മെസ്സേജ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതൊക്കെ ഞാൻ ഓരോരുത്തർ കൊടുക്കുന്ന മെസ്സേജാണ്. ഇതെങ്ങനെയാണ് മെസ്സേജ് ആകുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട്, ഈ പങ്കാളി പറയുകയാണ് ഇതിപ്പോൾ കൊടുക്കണ്ട. കറക്റ്റ് അത് ദൈവം സംസാരിച്ചതാണ്. അപ്പം നമ്മൾ ഓർക്കും അയാളെ സഹായിക്കണ്ടേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അയാളെ സഹായിക്കാൻ ദൈവത്തിന് അറിയാം, പല വഴികളുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വഴികൾ ദൈവം സംസാരിച്ചു, അത് വേണ്ട, നീ അത് ചെയ്യരുത്, നമ്മളത് ചെയ്യരുത്. തീരുമാനം എടുക്കണം. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പലരും വിചാരിച്ചേക്കുന്നത് ദൈവം ഇങ്ങനെ നേരിട്ട് പറയും, അല്ലെങ്കിൽ പ്രാർത്ഥന ധ്യാനഗുരുക്കന്മാരിലൂടെ സംസാരിക്കും. ഞാൻ നിങ്ങളോട് പറയും, ധ്യാനഗുരുവിൻ്റെ വഴിയല്ല നിൻ്റെ വഴി ഏതാണെന്ന് നീ തിരിച്ചറിയണം. ഇവിടെയാണ് വിളിച്ചത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സ്വർഗരാജ്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. ഇന്ന് ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ധ്യാനിപ്പിക്കുന്നവർ ഇടുങ്ങിയ വഴിയിലൂടെ കടന്നിട്ട് വഴി വീതി കൂട്ടും, വഴി വിശാലമാക്കരുത്. വഴി ഇടുങ്ങിയതാണ്, മരണം വരെ. വഴി ഇടുങ്ങിയതാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പണം ഉണ്ടാക്കരുത്, പണം ഉണ്ടാകണം. ഉണ്ടാക്കുന്നത് എൻ്റെ പണി, ഉണ്ടാകുന്നത് ദൈവം തരുന്നതാണ്. കാത്തിരിക്കണം. ഉണ്ടാകണം, കാത്തിരിക്കണം. ഞാൻ ഈയിടെ ഒരു ഫാമിലിയോട് പറഞ്ഞു, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. സമ്മതിക്കുകയല്ല. അവസാനം മക്കളുടെ അടുത്തുനിന്ന് ലോണും എടുത്ത്, എന്നിട്ട് എവിടെയോ പോയൊരു സ്ഥലവും മേടിച്ച്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെയൊക്കെ അനന്തര ഫലം എന്നാണെന്നറിയോ? ഈ ലോൺ, ഇനി വീട് പണി തുടങ്ങുകയാണ്, അതിന് എത്ര ലക്ഷം വേണം? അവസാനം എന്താണ്? ലോൺ. ഇന്നത്തെ ഏറ്റവും വലിയൊരു ദുരന്തം. നിങ്ങൾ ലോൺ എടുക്കുന്നതിനകത്ത് ഞാൻ തെറ്റു പറയില്ല. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ഇത് വീടിൻ്റെ സമയമായോ? അതാണ് വീട് ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാലത്തെ പ്രശ്നം എന്നറിയോ? സ്വസ്ഥത കിട്ടത്തില്ല, സ്വസ്ഥത പോവും. ഇന്ന് അനേകർക്ക് സ്വസ്ഥതയില്ല. എനിക്കറിയാം, അനേകർ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുന്നില്ല. അതിന് കാരണം എന്താ പ്രിയപ്പെട്ടവരെ? ശരിക്കും ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ടെൻഷനാണ്.
ഭാരമാണ്, വേദനയാണ്. ഞാൻ ഈ ധ്യാനിപ്പിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. വരുമ്പോൾ വലിയ കാറും വലിയ ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ സമാധാനവും ഇല്ല. അതിന് കാരണം എന്താണ്? ഈ ദൈവഹിതമല്ലാത്തത് എടുത്തു വെച്ചു. അപ്പം നമ്മൾ ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദൈവം തരാൻ സമയമായാലുണ്ടല്ലോ, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വണ്ണം ദൈവം വഴികൾ തുറക്കും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഞാൻ എത്രയോ വർഷം 10-18 വർഷം വാടക വീട്ടിൽ അന്തി ഉറങ്ങി. എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ ഇതാണോ വഴി, ഇതിലാണോ പോകേണ്ടത്. എത്രയോ തവണ കർത്താവിനോട് ഞാൻ ആലോചന ചോദിക്കുമെന്നറിയോ. ഇനിയും ഞാൻ കാത്തിരിക്കും, വെയിറ്റ് ചെയ്യും ഉണ്ടോ. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കണം, ഇത് ദൈവഹിതമാണോ. വെയിറ്റ് ചെയ്യണം, എന്നിട്ട് ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ വീടുണ്ടാകണം. പണം ഉണ്ടാകണം. ധ്യാനകേന്ദ്രം ഉണ്ടാക്കരുത്. ഇന്നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയൂ, എല്ലാ രൂപതയ്ക്കും ഒരു ധ്യാനകേന്ദ്രം ഉണ്ടോ, ധ്യാനകേന്ദ്രമാണ്. എന്നിട്ട് ഇത് ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം ഉണ്ടാക്കുന്ന പരിപാടിയാണ് പ്രിയപ്പെട്ടവർ. ധ്യാനകേന്ദ്രം, മഠം ഉണ്ടാക്കരുത്, പള്ളി ഉണ്ടാക്കരുത്. ഇന്ന് പള്ളി ഉണ്ടാക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ധ്യാനകേന്ദ്രം ഉണ്ടാക്കിയാൽ, പള്ളി ഉണ്ടാക്കിയാൽ, പുതിയ സഭ ഉണ്ടാക്കുകയാണ്. എന്തെല്ലാം പരിപാടികളാണെന്നറിയും. എന്നിട്ട് ദൈവം ആഗ്രഹിക്കാത്ത പണവും മേടിച്ച് കെട്ടിടങ്ങളും പണിത്, എന്നിട്ട് പുതിയ ദൈവം പറയാതെ നീ ചെയ്താൽ സ്വസ്ഥത നിലനിൽക്കില്ല. പള്ളി ഉണ്ടാകണം. ഈ ഉണ്ടാക്കുമ്പോഴാണ് ഈ പിരിവെടുക്കുന്നത്. പിരിവ് ഉണ്ടോ? ദൈവം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആലയം പണി പിരിവും? എന്നിട്ടോ ഇവൻ കൊടുക്കുന്നതോ ആത്മാർത്ഥ ഹൃദയ സ്നേഹത്തോടെ അല്ല കൊടുക്കുന്നത്. ഇങ്ങനെ പിടിച്ച് മേടിക്കുമ്പോഴേ എന്താ പ്രശ്നം? ഇവൻ ശപിച്ചുകൊണ്ടാണ് ഈ പൈസ കൊടുക്കുന്നത്. എത്ര ദയനീയമാണ്. ഞാൻ ഓർക്കും, കർത്താവേ ഇതെന്ന് മനസ്സിലാവും. എന്നിട്ട് ഇത് കെട്ടിപ്പൊക്കി വെക്കും. അവസാനം കല്ല് ശേഷം തകർക്കപ്പെടും. അത് നമ്മൾ ഓർക്കണം. ആലയം പണിയുന്നത് ദൈവത്തിനാണെങ്കിൽ അത് ദൈവം പണിയണം. കൊടുക്കുമ്പോഴും ദൈവത്തിന് ഇവിടെയാണ് വിളിച്ചത് ധ്യാനകേന്ദ്രം. എന്ത് ധ്യാനകേന്ദ്രങ്ങളാണ്! എന്നിട്ടോ ഇതെല്ലാം ഉണ്ടാക്കി വെക്കുകയാണ്, പുതിയ പരിപാടികൾ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതികളല്ല. ദൈവം നടത്തുമ്പോഴും ദൈവം തരുമ്പോഴും നമ്മൾ ഇവിടെയാണ്. അതുകൊണ്ടാണ് നാം ഓർക്കണം, നമ്മൾ ഭാരം ഉണ്ടാകത്തില്ല. മക്കളെ പഠിപ്പിക്കുന്നു, വിദേശത്ത് വിടുന്നു, എനിക്കൊരു തെറ്റും അതിനകത്ത് പറയാനില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, ഇത് ദൈവഹിതമാണോ? ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ആലോചന ചോദിക്കണം. ഇല്ലെങ്കിലോ നമ്മുടെ സ്വസ്ഥത പോകും ഏത് കാര്യം ചെയ്യുമ്പോഴും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഓരോ ദിവസത്തിൻ്റെ അതിൻ്റേതായ ക്ലേശം മതി. ഇന്നത്തെ ദിവസം ഇന്ന് നിങ്ങൾ ജീവിക്കും, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്. ഇന്ന് നമുക്ക് ജീവിക്കാം. എന്നെ ദൈവം പഠിപ്പിച്ചൊരു സത്യമാണ്, ശേഖരിക്കരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ശേഖരിക്കുന്ന ആളല്ല, ശേഖരിക്കില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ജീവിക്കുന്നത്? അതെന്നെ ദൈവം പഠിപ്പിച്ചേക്കുന്നതാണ്. എനിക്കറിയാം, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഓരോ ദിവസവും മതി. അതാണ് എന്നെ ആദ്യം വചനം ഈശോ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 11-ാമത്തെ അധ്യായം, അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ, പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഓരോ ദിവസവും. എന്നെ കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വചനമൊക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓരോ ദിവസവും അതിൻ്റേതായ ക്ലേശം മതി. ഇന്ന് നവീകരണത്തിൽ വന്ന ആളുകൾ പോലും ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, എന്താണ് കാഴ്ചപ്പാട്? ഈ ഓരോ ദിവസത്തിൻ്റെ ക്ലേശങ്ങളല്ല എടുത്തു വച്ചിരിക്കുന്നത്. അതൊന്നും ദൈവഗീതമല്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ദൈവഗീതം എന്നോട് കർത്താവ് പറഞ്ഞു, നീ ശേഖരിക്കരുത്. ഞാനതുകൊണ്ട് പണമായാലും എന്ത് സാധനങ്ങളായാലും എത്രയും പെട്ടെന്ന് കൊടുത്ത് തീർക്കും. എന്നെ കർത്താവ് പഠിപ്പിച്ചത് സത്യത, കൊടുത്ത് തീർക്കണം. അപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള വഴികൾ ചെല്ലു പറയും, ഞാൻ LIC എടുക്കില്ല. എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, LIC എടുക്കാൻ പാടില്ല, ഇൻഷുറൻസ് എടുക്കാൻ പാടില്ല. എടുക്കില്ല. അതിനകത്തൊരു മാറ്റവും ഇല്ല. ഈ കഴിഞ്ഞ ദിവസം എന്നോട് ആൻറ്റി പറഞ്ഞു, ബ്രദറിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഞാനും എടുത്തില്ലെന്ന് പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര അപകടമാണ്.
എൻ്റെ പ്രസംഗം കേട്ടിട്ടല്ല എടുക്കാതിരിക്കേണ്ടത്. മറിച്ച് നിങ്ങളെ സംബന്ധിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കരുത്. അത് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണം. എന്നോട് പറഞ്ഞിട്ടുണ്ട് കർത്താവ് എടുക്കരുത്, ഞാൻ എടുക്കില്ല. LIC എടുക്കില്ല. അതുപോലെ പണം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കർത്താവ് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈശോ പറയാത്ത ഒരു കാര്യവും ചെയ്യാൻ എന്നോർത്തുകൊണ്ട് എല്ലാം ക്ലിയർ ആണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ പോലുള്ളൂ. ഒത്തിരി വീഴ്ച എനിക്ക് വന്നിട്ട് വീണ്ടും ഞാൻ എഴുന്നേക്കും. ചില പൊട്ടത്തരം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോയിരിക്കും, കർത്താവ് വീണ്ടും ഞാനിങ്ങനെ ചെയ്തു വേണ്ട. അപ്പോൾ ദൈവം വീണ്ടും എന്നെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും, പരിശുദ്ധാത്മാവിനെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കണം. ഇത് നമ്മൾ ഒരു മാസത്തേനെടുത്ത് സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? മുട്ടുകുത്തിയിട്ട് വൈകിട്ടത്തെ പ്രാർത്ഥനയാണ്. അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു മാസത്തേനെടുത്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഈ പ്രാർത്ഥനയും ഈ പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല കേട്ടോ. അത് എന്താണെന്നറിയോ? ഇത് ഹൃദയത്തിൽ നിന്നല്ല വരുന്നു. ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു പേടിയില്ല. കാരണം എന്താ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ ചോദിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അപ്പോഴേ വളരെ ഭംഗിയല്ലേ ഉണ്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കാതിരിക്കുക തെറ്റാണോ? തെറ്റും ശരിയല്ല പറയപ്പെടും. നിങ്ങളെ സംബന്ധിച്ച് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പറയുന്ന വഴിയിലൂടെ യാത്ര ചെയ്യണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരിച്ചറിയുക, ഇത് പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ, ഇന്ന് ഈ മണിക്കൂറിൽ ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ. കർത്താവേ, ഞാൻ പോകേണ്ട വഴികൾ കാണിച്ചു തരണം, പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് സംസാരിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ റോമർ 8:26 നാം വായിച്ചില്ലേ? റോമർ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഉണ്ടോ. നമ്മുടെ ബലഹീനതയിൽ, യഥാർത്ഥമായ ബലഹീനത എന്ന് പറയുന്നത് എന്താണ്? ദൈവഹിതം തിരിച്ചറിയാനുള്ള കഴിവില്ല കർത്താവേ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ന് ദൈവം പറയാത്ത വഴിയിലൂടെ നടന്നു, ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്ത് നാം തിരിച്ചറിയണം. ദൈവ വഴിയിലേക്ക് നാം തിരിച്ചു വരണം. ഇവിടെയാണ് വെളിച്ചം കിട്ടേണ്ടത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ. എനിക്ക് ദൈവ വഴി മനസ്സിലാക്കി തരണമേ. എനിക്ക് കൃപ തരണമേ. എനിക്ക് അഭിഷേകം തരണമേ. പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഹല്ലേലൂയ. എല്ലാ മക്കളും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. അഭിഷേകത്തിൻ്റെ അഗ്നി കത്തട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.